ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരവസ്ഥയിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ലായ്മ, ഉത്കണ്ഠ, അല്ലെങ്കിൽ ഒരു മാറ്റവുമില്ലാതെ ഒരേ സ്ഥലത്ത് നിൽക്കുന്ന അവസ്ഥ. ഇതിൽ നിന്നൊന്നും എന്തുകൊണ്ടാണ് ഒരു മുന്നോട്ട് പോക്കില്ലാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള സത്യം വളരെ ലളിതമാണ്. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും അത് ശ്രദ്ധിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകലതും ഒരു പ്രത്യേക വൈബ്രേഷനിലാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ ചിന്തയും നമ്മുടെ ഓരോ വികാരവും അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി വഹിക്കുന്നുണ്ട്. ഈ ഫ്രീക്വൻസിയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ വളരെ ലോ ആണെങ്കിൽ എത്ര പഠിച്ചാലും, എത്ര വിഷ്വലൈസ് ചെയ്താലും, എത്ര പ്രാർത്ഥിച്ചാലും ഒരു മാറ്റവും സംഭവിക്കില്ല. അതായത് ഒരു കാര്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് വെറും മാജിക് അല്ല, അല്ലേ? അത് ഈ ഫ്രീക്വൻസി ആശ്രയിച്ചിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ വൈബ്രേഷൻ പെട്ടെന്ന് ഉയർത്താൻ സഹായിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. പലരും ഇതിനെ വെറും ഫീലിങ്സ് ആയിട്ട് മാത്രം തള്ളിക്കളയാറുണ്ട്. പക്ഷേ ഈ 3 ശക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. അവ നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തി ഈ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആകർഷിക്കാൻ സഹായിക്കും. അവയാണ് സ്നേഹം, ക്ഷമ, നന്ദി. ഈ 3 ശക്തികളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ 3 താക്കോലുകളും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ അവയുടെ യഥാർത്ഥ പവർ എത്ര വലുതാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ സ്നേഹം വെറും ഒരു ഫീലിംഗ് മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഒരു ഫണ്ടമെന്റൽ എനർജിയാണ്. നിങ്ങൾ കാണുന്ന ഓരോ കാര്യവും, നിങ്ങൾ തൊടുന്ന ഓരോ വസ്തുവും ഈ സ്നേഹമെന്ന വൈബ്രേഷനിലാണ് നിലകൊള്ളുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈബ്രേഷനാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ആ വൈബ്രേഷനുകളിൽ ഏറ്റവും പ്യുവറായതും ഏറ്റവും പവർഫുൾ ആയതും സ്നേഹമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ ഈ ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സകല കാര്യങ്ങളും അതിനനുസരിച്ച് മാറാൻ തുടങ്ങും. കാരണം അത് നമ്മളെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഊർജവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മനുഷ്യർ പലപ്പോഴും സ്നേഹത്തെ അതിൻ്റെ യഥാർത്ഥ ശക്തിയിൽ നിന്നും വളരെ ചെറുതാക്കിയാണ് കാണുന്നത്. നമ്മൾ സ്നേഹത്തെ പലപ്പോഴും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളൊരു മാർഗമായിട്ടാണ് കാണുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, നീ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, നീ എന്നെ നിരാശപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. അങ്ങനെ ഇത് യഥാർത്ഥ സ്നേഹമല്ല, അത് വെറും ഡിപ്പെൻഡൻസിയാണ്. ഭയം കാരണമുണ്ടാകുന്ന ഒരുതരം വികാരപരമായ കൊടുക്കൽ വാങ്ങലുകളാണിത്. ഇത്തരം വ്യവസ്ഥകളോടുകൂടിയ സ്നേഹം നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിന് പകരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ ജീവിതം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മാത്രമാണ് പ്രേരിപ്പിക്കുന്നത്, അല്ലാതെ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ അത് സഹായിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം ഒരു കൊടുക്കൽ വാങ്ങലല്ല. മറ്റൊരാളെ നിയന്ത്രിക്കാനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കില്ല. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അത് തകർന്നു പോകുകയില്ല. ഈ ട്രൂ ലവ് എപ്പോഴും അൺകണ്ടീഷണലാണ്, സ്വയം നിലനിൽക്കുന്നതാണ്, ഒരിക്കലും ഇളകാത്തതാണ്, പ്രകാശമുള്ളതാണ്. അത് മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നിങ്ങൾ സ്നേഹത്തെ അന്വേഷിക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ സ്നേഹമായി മാറുന്ന ഒരവസ്ഥയാണത്. ഈ ഒരു മാറ്റം മാത്രം മതി നിങ്ങളുടെ വൈബ്രേഷനെ ഏതൊരു ടെക്നിക്കിനേക്കാളും അല്ലെങ്കിൽ ഏതൊരു പ്രാർത്ഥനയെക്കാളും വേഗത്തിൽ ഉയർത്താൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങളിൽ പ്രതിഫലിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വെറും ബാധ്യത അല്ലാതായിട്ട് മാറും, സന്തോഷം നിറഞ്ഞ ഒന്നായി മാറും. നിങ്ങൾക്ക് അവിടെ സന്തോഷം കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലും. നിങ്ങൾ ഡിപ്പെൻഡൻസി ഇല്ലാതെ സ്നേഹിക്കുമ്പോൾ അതിൽ ആത്മാർത്ഥതയും വളർച്ചയും ഉണ്ടാകും. അവിടെ നമ്മൾ നമ്മുടെ ശൂന്യത നികത്താൻ മറ്റൊരാളെ ആവശ്യപ്പെടില്ല. നമ്മൾ നമ്മളായി നിലകൊണ്ട് ആ പൂർണ്ണതയിൽ നിന്നും ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴം നൽകും. അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരുന്നത് നിങ്ങളുടെ സെൽഫ് ലവിൽ നിന്നാണ്.
ഈ സ്നേഹം വെറും ഒരു സെൻറ്റിമെൻ്റലായ ആശയമല്ല കേട്ടോ, അത് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു എനർജിയാണ്. സ്നേഹം ഒരു വീക്ക്നെസ് അല്ല, അതൊരു പവർഫുൾ വൈബ്രേഷനാണ്. ഇനി രണ്ടാമത്തേതാണ് ഫോർഗീവ്നെസ്, അതായത് ക്ഷമ. നിങ്ങൾ ഈ സ്നേഹം എന്ന വൈബ്രേഷനിലേക്ക് ഉയർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അത് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫോർഗീവ്നെസ്. ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് ഒരാളോട് ക്ഷമിക്കാതെ അല്ലെങ്കിൽ മനസ്സിൽ ദേഷ്യവും വിഷമവും വെച്ചുകൊണ്ട് നമുക്ക് വൈബ്രേഷൻ ഉയർത്താൻ കഴിയുമെന്നാണ്. പക്ഷെ അത് വെറും ഒരു ഇല്യൂഷനാണ് കേട്ടോ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ അത് നമ്മളെ പഴയ കാര്യങ്ങളിലേക്ക് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഫ്രീക്വൻസിയെ വളരെ ഹെവി ആയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ അനുവദിക്കില്ല. അതുകൊണ്ട് ക്ഷമിക്കുക എന്നത് നമ്മൾ ഈ ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാക്കിയ കെട്ടുപാടുകളെ മുറിച്ച് മാറ്റുന്ന ഒരു ആക്റ്റാണ്. അത് സ്നേഹത്തിനെ തടസ്സമില്ലാതെ ഒഴുകാൻ അനുവദിക്കുന്നു. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ ആ വേദനകൾ സംഭവിച്ചിട്ടില്ല എന്ന് നടിക്കുന്നതല്ല. നിങ്ങൾക്ക് സംഭവിച്ച ആ വേദനകൾ നിങ്ങളുടെ ജീവിതത്തെ ഇനി മുതൽ നിർവചിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്ഷമ. നിങ്ങൾ ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ആ മുറിവുകളെ വീണ്ടും വീണ്ടും ഓർക്കുന്നു. നിങ്ങളുടെ ശരീരം അത് ഫീൽ ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സത് വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ എനർജി ഫീൽഡ് അത് റെക്കോർഡ് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ വരുമോ? ഇല്ല. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ ആ പഴയ മുറിവുകളുടെ ഫ്രീക്വൻസിയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ ക്ഷമയിലൂടെ നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ പവർ തിരിച്ചെടുക്കുകയാണ്. ഈ ശക്തി വെറും ബന്ധങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ സഹപ്രവർത്തകരോടുള്ള ദേഷ്യം വെച്ച് പുലർത്തുന്നത് പുതിയ അവസരങ്ങളെ നിങ്ങളിൽ നിന്നും അകറ്റും. സാമ്പത്തിക കാര്യങ്ങളിൽ പലർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തത് അവർക്ക് സംഭവിച്ച തെറ്റുകൾ അവനവനോട് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ആരോഗ്യത്തിലും ക്ഷമിക്കാതിരിക്കുന്നത് ഒരുപാട് സ്ട്രെസ്, ടെൻഷനും അല്ലെങ്കിൽ രോഗങ്ങളായിട്ട് പോലും കാണാൻ കഴിയും. ക്ഷമയില്ലാത്ത ഒരു സ്ഥലത്തും വളർച്ചയുണ്ടാവില്ല. അതുപോലെ ക്ഷമിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് നമ്മളോട് തന്നെയാണ്. പലപ്പോഴും ഒരു അപരിചിതനോട് കാണിക്കുന്ന ഒരു ദയ പോലും നമ്മൾ നമ്മളോട് കാണിക്കാറില്ല, ശരിയല്ലേ? കുറ്റബോധം, ലജ്ജ, സ്വയം പഴിക്കൽ എന്നിവയെല്ലാം സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള വാതിലുകൾ അടച്ചിടുന്നു. എന്നാൽ സ്വയം ക്ഷമിക്കുക എന്നതൊരു ദുശ്ശീലമല്ല, അത് ഒരുതരം മോചനമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹിക്കുന്നില്ലെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം പുരോഗതിയെ തടസ്സപ്പെടുത്തും. ഈ ക്രൂരമായ പെരുമാറ്റം നിങ്ങളോട് നിർത്തുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഒരുപാട് ഉയരും. അതുകൊണ്ടാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത് വീക്ക്നെസ് അല്ല എന്ന് പറയുന്നത്. അത് ഏറ്റവും ഉയർന്ന വൈബ്രേഷനാണ്. ഇനി മൂന്നാമത്തേതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയുക. പക്ഷേ യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ് വെറും ഒരു വാക്കല്ല, അല്ലേ? ജീവിതം തന്നെ ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുന്നതാണത്. നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും ഓരോ നിമിഷവും നിങ്ങൾക്ക് ലഭിച്ച വലിയ സമ്മാനമാണെന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവില്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ തളർന്നു പോകും. കാരണം പ്രപഞ്ചം പ്രതികരിക്കുന്നത് വെറും വാക്കുകളോടല്ല, മറിച്ച് ആത്മാർത്ഥമായ നന്ദിയോടാണ്. നിങ്ങൾക്കൊരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാം നല്ലതാണെന്ന് നടിക്കുന്നതല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവിതത്തെ വ്യക്തതയോടെ കണ്ട് അതിലെ നന്മകളെ തിരിച്ചറിയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ കാണുന്നതും അഭിനന്ദിക്കുന്നതും അതൊക്കെ കൂടുതൽ വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈ ഒരു മാറ്റം സ്വാധീനിക്കും. നിങ്ങളുടെ ജോലിയിൽ അവസരങ്ങളെയും വെല്ലുവിളികളെയും നന്ദിയോടെ കാണുമ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള വാതിലുകൾ തുറക്കും. ബന്ധങ്ങളിൽ നന്ദി പറച്ചിൽ പിരിമുറുക്കത്തെ ഇല്ലാതാക്കുകയും സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് നന്ദി പറയുമ്പോൾ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് നന്ദി പറയുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഈ 3 ശക്തികളും ഒന്നായി പ്രവർത്തിക്കുമ്പോഴാണ് അവയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കുന്നത്. സ്നേഹം മാത്രമാണെങ്കിൽ അത് വെറും ഒരു അറ്റാച്ച്മെൻ്റായി മാറും. ക്ഷമ മാത്രമാണെങ്കിലോ അത് ഒരുപാട് അകന്ന് നിൽക്കുന്നതായിട്ട് തോന്നും.
സ്നേഹമില്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ അത് പൊള്ളയായ ഒരു പ്രകടനമായിട്ട് മാറും. ഈ മൂന്നും ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായിട്ട് അത് മാറും. നിങ്ങളുടെ ഫ്രീക്വൻസി കൂടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളും അതിനനുസരിച്ച് മാറും. നിങ്ങളുടെ ഉയർന്ന ഫ്രീക്വൻസിയുമായി ബന്ധമില്ലാത്ത ആളുകളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പതിയെ അകന്നു തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ കൂടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില ബന്ധങ്ങൾ മാറുമ്പോൾ അത് നിങ്ങളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളൊരു പുതിയ ഫ്രീക്വൻസിയിലേക്ക് മാറുമ്പോൾ പഴയ പാറ്റേണുകൾക്ക് നിങ്ങളെ പിന്തുടരാൻ കഴിയില്ല. വളരുമ്പോൾ പല ബന്ധങ്ങളിലും പിരിമുറുക്കം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഒരാൾ വളരാൻ തീരുമാനിക്കുമ്പോൾ മറ്റേ ആൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ഒപ്പം വളരുക, അല്ലെങ്കിൽ പഴയതിൽ തന്നെ പിടിച്ചു നിൽക്കുക. ഇങ്ങനെ ബന്ധങ്ങളൊക്കെ തകരുമ്പോൾ പലരും പഴയ ഫ്രീക്വൻസിയിലേക്ക് തിരിച്ചു പോയിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഉപേക്ഷിക്കും. ഈ റെസിസ്റ്റൻസിന് പിന്നിലുള്ള കാരണം നമ്മുടെ ഈഗോയാണ്. നമ്മുടെ ഈഗോയ്ക്ക് എപ്പോഴും ഭയം, കൺട്രോള്, പരിചിതമായ പാറ്റേണുകൾ എന്നിവയാണ് ഇഷ്ടം. നമ്മുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ ഈഗോയ്ക്ക് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ തോന്നും. അപ്പോൾ അത് നമ്മളോട് പറയും, നീ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല എന്ന്. സത്യത്തിൽ ഇത് സത്യമല്ല, ഇത് വെറും ലോജിക്കായി തോന്നുന്ന റെസിസ്റ്റൻസ് മാത്രമാണ്. ഈഗോ എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശക്തിയും ഫോക്കസും നൽകും. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളെ ഭയത്തിൽ തളച്ചിടും. നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താൻ ഒരുപാട് ധൈര്യം ആവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങളെ വിട്ടുപോകാനുള്ള ധൈര്യം, ഈഗോയുടെ ഈ റെസിസ്റ്റൻസിനെ നേരിടാനുള്ള ധൈര്യം, സ്വാതന്ത്ര്യം കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ധൈര്യം. നമ്മുടെ ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് ലവ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഉയർന്ന ഇമോഷണൽ സ്റ്റേറ്റുകൾ തലച്ചോറിൻ്റെ കെമിസ്ട്രി മാറ്റുന്നു എന്നാണ്. ഇത് നമ്മുടെ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും ഭയമോ സ്ട്രെസ്സോ മാത്രം കൊണ്ടുപോയിരുന്ന ന്യൂറൽ പാത്വേ പുതിയ രീതിയിൽ മാറ്റുകയും ചെയ്യും. നമ്മുടെ ഇമോഷണൽ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തെ മാറ്റും. നിങ്ങൾ പുറത്തുവിടുന്ന ഊർജമാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതരേഖ. അത് വാക്കുകളെക്കാളും പ്രവൃത്തികളെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഇതിലെ ഏറ്റവും അസാധാരണമായ കാര്യം, ഈ വൈബ്രേഷൻ ഏത് നിമിഷത്തിലും മാറ്റാൻ കഴിയുമെന്നാണ്. ഒരു ഭൂതകാലവും അതിന് തടസ്സമല്ല, ഒരു മുറിവും അതിന് തടസ്സമല്ല. സ്നേഹം, ക്ഷമ, നന്ദി എന്നിവ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അവയെ ജീവിച്ചു തുടങ്ങാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി വേഗത്തിൽ ഉയർത്താൻ അവ തയ്യാറാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്